ഇംഗ്ലീഷ് അറിഞ്ഞാലും ശരി അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിൽ ഈ ഒരു 40 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റും. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. മനസ്സിലായാലും ശരി മനസ്സിലായിട്ടില്ലെങ്കിലും ശരി ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഈ ഉത്തരങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ, കോപ്പി അടിച്ചാൽ മതി. എങ്ങനെ കോപ്പി അടിക്കുക? മനസ്സിലായാലും ശരി മനസ്സിലായിട്ടില്ലെങ്കിലും ശരി ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഈ ഉത്തരങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ, കോപ്പി അടിച്ചാൽ മതി. എങ്ങനെ കോപ്പി അടിക്കുക? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ വേർഡ് കിടക്കുന്ന സെന്റൻസും ഈ വേർഡ് കിടക്കുന്ന സെന്റൻസും കൂടെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഏതാ? ദ കോൺഫിഡന്റ് ആൻഡ് അഡ്വഞ്ചറസ് പീപ്പിൾ. അത് മതി നമുക്ക് വിജയിക്കാൻ. പാസ്സാവാനുള്ള മാർക്ക് ഒന്നും പഠിക്കാതെ കിട്ടും. അപ്പൊ ഒന്നും പഠിക്കാതെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാസേജ് നോക്കാം. എത്ര പഠിച്ചിട്ടും ലക്ഷ്യത്തിലെത്തിയില്ലേ? വിഷമിക്കേണ്ട, ഈ ഒരു മാസം കൊണ്ട് NIOS-ൽ വിജയം നേടാം. ആദിൽ സാറിന്റെ വാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസുകളും ഏറ്റവും ഷോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പഠിച്ചുകൊണ്ട് ഇനി NIOS സിലബസ് സിമ്പിൾ ആക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹലോ എവരിവൺ, പാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2025 ക്ലാസ്സുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എക്സാമിനൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സബ്ജക്ട്സുകളോട് നമ്മൾ വന്നു, ഇനി ഒരുപാട് സബ്ജക്ട്സുകൾ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇംഗ്ലീഷിനെ കുറിച്ച്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ ഇംഗ്ലീഷിൽ പരീക്ഷയ്ക്ക് ഇന്ന ഭാഗങ്ങളാണ് കൂടുതൽ വരുന്നത്, ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതാ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ഒരു 40 മാർക്ക് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് നേടാൻ പറ്റും. ഓക്കെ, ഈ ഒരു 40 മാർക്സ് നേടാൻ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഒക്ടോബർ 2025 പരീക്ഷ എഴുതാൻ പോണ എല്ലാ കുട്ടികളും 10ാം ക്ലാസ് +2 ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്ട് എഴുതാൻ പോണ കുട്ടികൾ എല്ലാവരും ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടാവും അറിയാം. സോ ഇംഗ്ലീഷ് സബ്ജക്ട് പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾ ഒരു 40ഓളം മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നൽകാൻ പോവാണ്. ഈ 40 മാർക്സ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം. അതിന് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇതിന് ഇനി വേറൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഈ നൽകുന്ന ഈ ക്ലാസ് മാത്രം ഫോക്കസ് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക് 40 മാർക്സ്. ഒരു 30 to 40 മാർക്സ് നിങ്ങൾക്ക് അഷ്യൂർ ആയിട്ട് ഇവിടെ കിട്ടും. പാസേജ് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ സാറേ ക്രാഷ് അഡ്മിഷൻ തുടങ്ങാത്ത ക്രാഷിന്റെ എൻക്വയറി ഒരുപാട് കുട്ടികൾ നമ്മളോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രാഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്കിതാ ഇന്ന് മുതൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തു. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 2000 കുട്ടികൾക്ക് മാത്രമായിരിക്കും നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. കാരണം ക്രാഷ് എന്ന് പറയുന്നത് ചെറിയൊരു കോഴ്സാണ്, നമുക്ക് 1 മന്ത് കോഴ്സാണ് വരുന്നത്. ഈ ഒരു കോഴ്സിലോട്ട് നമ്മൾ ആദ്യം വരുന്ന കുട്ടികൾക്കാണ് ഈ ഒരു അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രീ ബുക്കിംഗ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ താഴെ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ ക്രാഷ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കണ്ടോ വാട്സപ്പിൽ കിട്ടും. സോ ഈ വാട്സപ്പ് കയറിയിട്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾ ക്രാഷ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. നിങ്ങൾക്ക് നമ്മുടെ കൗൺസിലർ തിരിച്ചു വിളിച്ച് ക്രാഷിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ക്രാഷ് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ. ക്രാഷ് പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ട കുട്ടികളൊക്കെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ക്ലാസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു 40 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് ഏപ്രിൽ 2025 വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അത് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇങ്ങനത്തെ 4 or 5 പാരഗ്രാഫാണ്. ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് 5 or 6 മാർക്കുകൾ ലഭിക്കും. അങ്ങനെ ഒരു 30 മുതൽ 40 വരെ മാർക്ക് നമുക്ക് ഒന്നും പഠിക്കാതെ 30 to 40 മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നേടാൻ പറ്റും. അത് മതി നമുക്ക് വിജയിക്കാൻ. പാസ്സാവാനുള്ള മാർക്ക് ഒന്നും പഠിക്കാതെ കിട്ടും. അപ്പോൾ ഒന്നും പഠിക്കാതെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാസേജ് നോക്കുക. റീഡ് ദ പാസേജ് കെയർഫുള്ളി and answer the questions that follow. Read the passage given below and answer the questions that follow. അതായത് ഒരു പാസേജ് കൊടുത്തിരിക്കണം, ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കണം. ആ പാരഗ്രാഫ് നമ്മൾ വായിക്കാൻ പോവാണ്, വായിച്ച് മനസ്സിലാക്കാൻ പോവാണ്. ഇത് പറയുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആണ്. വായിച്ചിട്ട് മനസ്സിലാവുന്ന കുട്ടികളാണ് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക. ഇനി ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, എന്തൊക്കെയൊക്കെ വായിക്കാറ്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഇംഗ്ലീഷേ എനിക്ക് അറിയില്ല എന്ന് പറയുന്ന കുട്ടികൾ ഇത് നോക്കുക. ഇംഗ്ലീഷ് അറിഞ്ഞാലും ശരി അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിൽ ഈ ഒരു 40 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റും. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. Persons may dress differently, but they all feel a need to wear some kind of clothing. അതായത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത തരത്തിൽ വസ്ത്രങ്ങളൊക്കെ ധരിക്കണം എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടായിരിക്കും. എന്നാലും അവർ ചില certain ടൈപ്പ് ഓഫ് ക്ലോത്ത്സുകളാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇന്നത് ധരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ certain ടൈപ്പ് ഡ്രസ്സുകളാണ് ഉപയോഗിക്കുക. ക്ലോത്തിങ് ലൈക്ക് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഈസ് വൺ ഓഫ് ദ പീപ്പിൾസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വസ്ത്രധാരണം പോലെ തന്നെ മനുഷ്യന്മാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ആസ്പെക്ട്സുകളാണ് നമ്മൾ പറയാ ഫുഡ്, ഷെൽട്ടറിൽ നമുക്ക് ആഹാരം വേണം, അതേപോലെ നമുക്ക് താമസിക്കാൻ സൗകര്യം അല്ലെങ്കിൽ നമുക്ക് ഷെൽട്ടർ വേണം. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആഹാരവും ഷെൽട്ടറും പോരാ, വസ്ത്രവും വേണം. അത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ 3എണ്ണത്തിൽ ഈ ക്ലോത്തിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഫാഷൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ഓക്കെ, ഓരോ സമയത്തിനനുസരിച്ചിട്ട് ഫാഷൻസ് ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, ഇപ്പം അറിയുണ്ടാവും പണ്ടൊക്കെ ജീൻസ് പാൻറ്റുകൾ
നമ്മൾ ജീനിൻ്റെ പാൻറ്റുകളായിട്ട് കണ്ടു. പിന്നെ ആ ജീൻസ് പാൻറ്റ് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ പോയി കീറൽ വന്നു, ഫുൾ കീറിപ്പോയി. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ. ഞാൻ ജീൻ പാൻറ്റ് ജസ്റ്റ് ഒരു ഉദാഹരണം പറയും. ഇതേപോലെ തന്നെ ഓരോ വസ്ത്രത്തിലും എന്തുണ്ട്, ഫാഷനുകൾ വന്നിട്ടുണ്ട്, മോഡലുകൾ വന്നിട്ടുണ്ട്, അതിൽ ഒരു ട്രെൻഡുകൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഫ്രം 1900 1900 തൊട്ട് 1950 വരെ ബോത്ത് സിംഗിൾ ബ്രസ്റ്റഡ് ആൻഡ് ഡബിൾ ബ്രസ്റ്റഡ് കോട്ട്സ് വർ പോപ്പുലർ. ഓക്കെ, ആ ഒരു 1900 തൊട്ട് 1950 വരെ സിംഗിൾ ബ്രസ്റ്റഡ് ആയിട്ടും ഡബിൾ ബ്രസ്റ്റഡ് ആയിട്ടുള്ള കോട്ട്സ് ഒക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു, ജനങ്ങൾക്കിടയിൽ ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആഫ്റ്റർ 1960 1960 ശേഷം യങ് മെൻ വോർ കളർഫുൾ ചെക്ക് ഷർട്ട്സ്. 1960 ശേഷം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെക്കുള്ള ഷർട്ടുകളൊക്കെ, ചെക്സ് ആയിട്ടുള്ള ഷർട്ടുകൾ, അതേപോലെ വൈറ്റ് ടൈസ്, അവർ ടൈ കെട്ടാൻ തുടങ്ങി. ഇൻ ഫാൻസി പ്രിന്റ്സ്, പല പ്രിന്റുള്ള ഷർട്ട്സും ഫാൻസി പ്രിന്റ്സ് ഉള്ള ടൈ ഒക്കെ കെട്ടാൻ തുടങ്ങി. നൗ ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സസ് ആസ് വെൽ ആസ് ഓവർ സൈസ്ഡ് ബാഗി ക്ലോത്ത്സ് ഹാവ് കം ഇൻ ടു ഫാഷൻ. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്കിന്നി ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളും മാത്രമല്ല ഭയങ്കര ഓവർ സൈസ് ആയിട്ടുള്ള ബാഗി പോലത്തെ, നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാഗി ആയിട്ടുള്ള പാൻസുകളൊക്കെ ക്ലോത്ത്സുകളൊക്കെ വന്നു തുടങ്ങി ഇന്നത്തെ ഫാഷനിൽ. ഓക്കെ, മെനി സീം ടു ഹാവ് ആൻ എനിത്തിങ് ഗോസ് ഫീലിംഗ് ടുവാർഡ്സ് ക്ലോത്തിങ് സ്റ്റൈൽ. ദ ഫാഷൻ സംടൈംസ് ലോവേഴ്സ് ആൻഡ് സംടൈംസ് റൈസസ് ദം ഹിം ലൈൻ ഓഫ് ലേഡീസ് ഡ്രസ്സസ്. ഓക്കെ, ഇപ്പോൾ ഇത് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഫാഷനെ കുറിച്ചിട്ടും വസ്ത്രത്തിനെ കുറിച്ചിട്ടാണ് പാസേജ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കും വായിച്ചപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാസേജ് കിട്ടുമ്പോൾ വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിലായാലും മനസ്സിലായ ഒരു വട്ടം വായിച്ചു നോക്കുക. ഓക്കെ, ബാക്കി നോക്കാം. പീപ്പിൾ ഫോളോ ഫാഷൻ ടു റൈസ് ദ സ്റ്റാറ്റസ് ടു ഗെയിൻ അക്സെപ്റ്റൻസ് ഫ്രം അതേഴ്സ്. മറ്റുള്ള ആളുകളിൽ നിന്നും ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ, അവരുടെ ഇടയിൽ നമുക്കൊരു പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുക, പല ഫാഷനിലൂടെ അങ്ങനെ പോകും. ഓക്കെ, നമ്മളെപ്പോഴും ആ ഒരു ട്രെൻഡ് ഉണ്ട്, ഈ ട്രെൻഡ് ഉണ്ട്, ഒരു ട്രെൻഡ്, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതന്നെ എടുത്തിട്ട് ഓർഡർ ചെയ്തെടുക്കും. ഓക്കെ, അതേ വസ്ത്രങ്ങൾ ഓർഡർ ചെയ്യുന്നത് ആ ട്രെൻഡിനൊപ്പം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ടു ബി ക്ലോസ്ഡ് ആസ് മോഡേൺസ് ആൻഡ് ടു മേക്ക് ദംസെൽസ് മോർ അട്രാക്റ്റീവ്. അവരെ തന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആവാനും മറ്റുള്ളവരിൽ കൂടുതൽ ക്ലാസി ആവാൻ വേണ്ടിയിട്ടും ഫാഷൻ എക്സ്പേർട്സ് predict that we are in the age of free expression and clothes of tomorrow will become far more individualistic in both shape and color. നാളത്തെ ഒരു കാലഘട്ടത്തിൽ വസ്ത്രങ്ങളൊക്കെ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആവും, അല്ലെ, കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. ക്ലോത്ത്സ് റിഫ്ലക്ട് ദ സ്പിരിറ്റ് ഓഫ് ദി ഏജ്. നമ്മളെ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രായം കൂടി അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു കുട്ടി, അല്ലെങ്കിൽ ഇത്ര വയസ്സായ, ഒരു 20 വയസ്സായ പയ്യൻ, ഒരു 30 വയസ്സായ, 50 60 വയസ്സ്, ഓരോ ഏജിനെയും ഡിറ്റർമിൻ ചെയ്യാനും വസ്ത്രധാരണം നമുക്ക് കാണാൻ പറ്റും. ദ ആൻഷ്യൻസ് ബിലീവ് ഇൻ സിംപ്ലിസിറ്റി ആൻഡ് യൂസ്ഡ് എ സിംഗിൾ പീസ് ഓഫ് ക്ലോത്ത് റൗണ്ട് ദെയർ വേസ്റ്റ് ആൻഡ് ചാദർ ട്രോൺ അക്രോസ് ദ ഷോൾഡർ. അതായത് പണ്ടുള്ള ആൻഷ്യൻസ് പറഞ്ഞാൽ മുമ്പുള്ള പ്രാചീന കാലത്തൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ സിംപ്ലിസിറ്റിയാണ്, സിമ്പിൾ വസ്ത്രങ്ങളായിരിക്കും. എന്താ, ഒരു വേസ്റ്റ് നമ്മളെ അരയിലൂടെ ജസ്റ്റ് ഒരു തുണി കഷ്ണം കെട്ടി ഷോൾഡറിലൂടെ തുണിയിടുന്ന ഒരു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, the Muslim rulers brought the long coats and churidar pajamas for the men. Okay, ആണുങ്ങൾക്ക് ഈ പറഞ്ഞ നീളമുള്ള കോട്ട്സും ചുരിദാർ പജാമാസ് ഒക്കെ കൊണ്ടുവന്നത് മുസ്ലിം ഭരണാധികാരികൾ, ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇൻവേഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോകം മൊത്തമുള്ള മുസ്ലിം ഭരണാധികാരികളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ദ ലേഡീസ് ഹൗവർ റെസിസ്റ്റഡ് ചേഞ്ച് ആൻഡ് കണ്ടിന്യൂഡ് വിത്ത് ഗർഗ, ചോളി ആൻഡ് ഓർണ. ഇതൊക്കെ ഒരു വസ്ത്രത്തിന്റെ പേരാട്ടോ. ഓക്കെ, ബട്ട് ദ സാരി സൂൺ ടുക്ക് ഓവർ ആൻഡ് ബിക്കം പോപ്പുലർ ഈവൻ ഇൻ ദ വില്ലേജസ്. ഓക്കെ, ഗ്രാമമേഖലകളിലൊക്കെ, വില്ലേജ് മേഖലകളിലൊക്കെ സാരിയാണ് കൂടുതൽ പോപ്പുലർ ആയത്. ദ ഇംഗ്ലീഷ് ബ്രോട്ട് ഫോർ അസ് കോട്ട് ആൻഡ് പാൻസ്. നമുക്ക് കോട്ട് സൂട്ടൊക്കെ കൊണ്ടുവന്ന ആരാണ്? ഇംഗ്ലീഷുകാരാണ്, ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്കക്കാരൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വി ഇമിറ്റേറ്റഡ് ദ ഡ്രസ്സസ് ഓഫ് അവർ റൂളേഴ്സ്. നമ്മൾ നമ്മുടെ ഭരണാധികാരികളുടെ വസ്ത്രധാരണങ്ങളൊക്കെയാണ് കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നത്, അതിനെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തത്. ക്ലോത്ത്സ് റിഫ്ലക്ട് ദ ക്യാരക്ടർ ഓഫ് ദ വിയറേഴ്സ്. ഒരു വസ്ത്രം ധരിക്കുന്ന ആളുടെ ക്യാരക്ടറും കൂടിയും ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അറ്റയറിനും കൂടിയും ബാധിക്കുന്നത് വസ്ത്രധാരണമായിരുന്നു എന്നുള്ളതാണ്. ദ കോൺഫിഡൻറ്റ് ആൻഡ് അഡ്വഞ്ചറസ് പീപ്പിൾ വുഡ് ലൈക്ക് ടു ട്രൈ ന്യൂ സ്റ്റൈൽസ്. ഓക്കെ, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യാറുണ്ട്. എ ഷൈ പേഴ്സൺ മേ സീക്ക് സെക്യൂരിറ്റി ബൈ ഫോളോയിങ് കൺവെൻഷണൽ ഡ്രസ്സസ്. എപ്പോഴും ഒരു വളരെ ഷൈ ആയിട്ടുള്ള ഒരാളെപ്പോഴും കൺവെൻഷണൽ ആയിട്ടുള്ള, ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളെ ധരിക്കുള്ളൂ. അതേഴ്സ് മേ ബി അൺകൺസേൺഡ് അബൌട്ട് ദർ ഡ്രസ്സസ്. മറ്റുള്ള ആളുകൾ അയാളുടെ വസ്ത്രത്തെ കുറിച്ചിട്ട് കൺസേൺ ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ചുമ്മാ ഒരു പാരഗ്രാഫ് പറഞ്ഞു. വസ്ത്രത്തെ കുറിച്ചിട്ടാണ്, വസ്ത്രധാരണത്തെ കുറിച്ചിട്ടാണ്, പണ്ടത്തെ ട്രെൻഡ്, ഇന്നത്തെ ട്രെൻഡ്, അതല്ലെങ്കിൽ ഈ വസ്ത്രങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പാസേജ് കിട്ടുമ്പോൾ ഞാൻ ഈ വായിച്ച പോലെ ഒന്ന് വായിക്കുക. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് വായിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അടക്കട്ടെ. അത് ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലായാലും ശരി, മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഈ ഉത്തരങ്ങളൊക്കെ ഇത് തന്നെ ഉണ്ടാവും. ഓക്കെ, കോപ്പി അടിച്ചാൽ മതി. എങ്ങനെ കോപ്പി അടിക്കുക? ഇപ്പൊ നോക്കൂ, ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്താ, വാട്ട് വാസ് പോപ്പുലർ ഇൻ 1900 to
1950, 1900 തൊട്ട് 1950 വരെ എന്താണ് പോപ്പുലർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് വാസ് പോപ്പുലർ ഇൻ 1900 to 1950? ഓക്കെ, പോപ്പുലർ ഇൻ 1900 to 15. ഈ ഒരു വേർഡ് ആ പാരഗ്രാഫിൽ, ആ പാസേജിൽ, ആ എക്സ്ട്രാക്റ്റിൽ എവിടെയാണോ കിടക്കുന്നത് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്താൽ മതി. കണ്ടോ, ഇതിന് 2 മാർക്ക് നമുക്ക് 2, 4, 6, 8 ഒരു പാസേജിൽ നിന്ന് 8 മാർക്കാണ് സ്കോർ ചെയ്യാൻ പോകുന്നത്. 8 മാർക്ക്. ഈ 8 മാർക്ക് കിട്ടാൻ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എൻ്റെ ഈ ക്ലാസ് മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതേപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിന് 40 മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും ഈ മാർക്ക് ഒക്ടോബർ 25 പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും. ഇനിയിപ്പോൾ ഒക്ടോബർ 25 അല്ല, നിങ്ങൾ ഓൺ ഡിമാൻഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സ്ട്രീം 2 ആയിക്കോട്ടെ, ഇനി അടുത്ത ഏത് ബാച്ച് പരീക്ഷ കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ 10ാം ക്ലാസ് +2 ക്വസ്റ്റ്യൻ പേപ്പറിൽ പാസേജ് ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ നിങ്ങൾ ഒന്നും പഠിക്കണ്ട, ഇത് നോക്കി നമുക്ക് എഴുതാൻ മതി. കണ്ടോ, ഈ പോപ്പുലർ ഇൻ 1900 to 1950 എന്നുള്ളത് നമ്മൾ ഈ ഒരു പാസേജിൽ എവിടെയാണെന്നുള്ളത് തപ്പുക. ഓക്കെ, തപ്പിക്കോളി മക്കളെ, തപ്പിക്കോളൂ. ഇതാ വാട്ട് ഈസ് പോപ്പുലർ. കണ്ടോ, 1900 to 1950. കണ്ടോ 1900 to 1950. ഓക്കെ, ഏതാണ് പോപ്പുലർ ആയിരുന്നത്? സിംഗിൾ ബ്രസ്റ്റഡ് ആൻഡ് ഡബിൾ ബ്രസ്റ്റഡ് കോട്ട്സ് വെർ പോപ്പുലർ. കണ്ടോ, അപ്പോൾ വാട്ട് വാസ് പോപ്പുലർ ഇൻ 1900 to 15 എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? പോപ്പുലർ എന്നൊരു വേർഡും 1900 to 1950 എന്നുള്ള വേർഡും ഈ ഒരു പാസേജിൽ എവിടെയാണ് നോക്കിയത്? ഇവിടെയാണ് മക്കളെ, ഇവിടെ വരെയാണ് മക്കളെ. ഓക്കെ, സോ അതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ എന്താ പറയാ, നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം from 1900 to 1950 both single breasted and double breasted coats were popular. മക്കളെ, ഇത് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടും. ഇതിന് 1 മാർക്കും ഇതിന് 1 മാർക്കാണ് വരുന്നത്. അങ്ങനെ 2 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എവിടുന്നേലും കാണാപ്പാടം പഠിച്ചു കൊടുത്തു ഒന്നുമല്ല. ഈ ചോദ്യത്തിന് ഉത്തരം അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചക്കട്ടപ്പം മൊയിലെത്തതല്ല. അടുത്ത ചോദ്യത്തിന് ഉത്തരം നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു പീപ്പിൾ ഫോളോ ഫാഷൻ? വൈ ഡു, എന്തുകൊണ്ടാണ് പീപ്പിൾ, മനുഷ്യന്മാർ, ഫോളോ ഫാഷൻ, ഫാഷന് പിന്നാലെ എന്തുകൊണ്ടാണ് ആൾക്കാർ പോകുന്നതെന്ന് ചോദിച്ചാൽ പീപ്പിൾ ഫോളോ ഫാഷൻ. ഈ 3 വേർഡ് ആ പാസേജിൽ എവിടെ ഉണ്ട് എന്നുള്ളത് തപ്പിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമായി. ഓക്കെ, എവിടെ? പീപ്പിൾ ഫോളോ ഫാഷൻ. അവിടെ ദാ പീപ്പിൾ ഫോളോ ഫാഷൻ. കണ്ടോ, അവിടെ കിടക്കുന്ന ചോദ്യത്തിൽ കിടക്കുന്ന 3 വേർഡ് വൈ ഡു പീപ്പിൾ ഫോളോ ഫാഷൻ എന്നാണ് ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മളിവിടെ ഈ പാസേജിൽ ആ 3 വേർഡ് പീപ്പിൾ ഫോളോ ഫാഷൻ എവിടെ നോക്കിയതാ? പീപ്പിൾ ഫോളോ ഫാഷൻ. അതിന്റെ ബാക്കി നോക്കുക. People follow fashion to raise their status, to gain acceptance from others, to be classed as moderns and to make themselves more attractive. കണ്ടാ, അതിന്റെ ഉത്തരം നിങ്ങൾ എവിടുന്നും കൊണ്ടുവരണ്ട, അത് അങ്ങനെ തന്നെ എഴുതിച്ചാൽ. നിങ്ങൾ ഒരു അൾട്രേഷൻ വരുത്തേണ്ട ആവശ്യമില്ല മക്കളെ. ഈ ഒരു ഒറ്റ സെന്റൻസ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ കോപ്പി ചെയ്താൽ 2 മാർക്ക് കിട്ടും. People follow fashion to raise their status, to gain acceptance from others, to be classed as moderns and to make themselves more attractive. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ അതോട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതാ ഇതും വെറുതെ കിട്ടിയതല്ല. നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡ്രസ് ഡിഡ് ദ മുസ്ലിം ബ്രിങ് ആൻഡ് ഹൂ റെസിസ്റ്റഡ് ഇറ്റ്? മുസ്ലിംസ് ബ്രിങ് ചെയ്തത് എനിക്ക് ഉത്തരം കിട്ടി. മുസ്ലിം റൂളേഴ്സ് കൊണ്ടുവന്നത് ഏതാ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ചുരിദാർ പജാമാസ് അതൊക്കെ ആയിരുന്നു മുസ്ലിം റൂളേഴ്സ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ലോങ് കോട്ട്സുകൾ. അതേപോലെ ഹൂ റെസിസ്റ്റഡ്, ആരാ റെസിസ്റ്റ് ചെയ്തത്? ലേഡീസ് ആയിരുന്നു അല്ലെ, അന്നത്തെ ലേഡീസ് ആയിരുന്നു അത് റെസിസ്റ്റ് ചെയ്തത്. എനിക്ക് ഉത്തരം കിട്ടി. പക്ഷെ വേണ്ട, നമുക്കിത് വായിച്ച് മനസ്സിലായിട്ടില്ല എന്ന് കരുതി ഈ പാസേജ് എനിക്കും നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ വായിച്ച് മനസ്സിലാവാത്ത, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ ഇതൊരു ബൈഡിങ് കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്താൽ മതി? ഈ ഒരു മുസ്ലിം എന്നുള്ള വേർഡും റെസിസ്റ്റഡ് എന്നുള്ള വേർഡ്, മുസ്ലിംസ് ബ്രിങ്, റെസിസ്റ്റഡ്, ഈ 3 വേർഡ്സ് ആ പാസേജിൽ എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ ഉത്തരം കിട്ടി. നോക്കാം നമുക്ക്. ഓക്കെ, മുസ്ലിംസ് ബ്രിങ്. ഓക്കെ, മുസ്ലിംസ് ബ്രിങ് ആൻഡ് ഹൂ റെസിസ്റ്റഡ് ഇറ്റ്. ഓക്കെ, മുസ്ലിം എവിടെയൊക്കെ നോക്കാം നമുക്ക്. ആദ്യം മുസ്ലിംസ് എവിടെ തപ്പി നോക്കാം. എവിടെ മുസ്ലിം? ദ മുസ്ലിം റൂളേഴ്സ്. കണ്ടോ, മുസ്ലിം റൂളേഴ്സ് ബ്രിങ്, ബ്രോട്ട്, ബ്രിങ് തന്നെയാണ് ബ്രോട്ട്. സോ മുസ്ലിം റൂളേഴ്സ് ബ്രിങ് കിട്ടി. എന്താണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്? റെസിസ്റ്റഡ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന് ഉത്തരം നമുക്ക് എഴുതി കൊടുക്കാം. ദ മുസ്ലിം റൂളേഴ്സ് ബ്രോട്ട് ദ ലോങ് കോട്ട്സ് ആൻഡ് ചുരിദാർ പജാമാസ് ഫോർ മെൻ. ദ ലേഡീസ് ഹൗ റെസിസ്റ്റഡ് ചേഞ്ച് ആൻഡ് കണ്ടിന്യൂ വിത്ത് ഗഗ്ര, ചോളി ആൻഡ് ദ ഓഗ്നി. ഓക്കെ, സോ ഈ ഒരു സെന്റൻസ് ഉണ്ടല്ലോ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ കിട്ടും 2 മാർക്ക്. ഇപ്പൊ 6 മാർക്ക് സ്കോർ ചെയ്ത് പാസേജ് ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. പാസേജിന് നിങ്ങൾ വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇത് മാത്രമല്ല മക്കളെ, ഓരോന്നും ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ക്രാഷിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പ്രീ ബുക്കിങ്ങിലോട് ജോയിൻ ചെയ്തോളൂ മക്കളെ, ക്രാഷിൽ ജോയിൻ ചെയ്തോളൂ. ഇതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് 100 മാർക്ക് സ്കോർ ചെയ്യണം. അതേപോലെ ഇംഗ്ലീഷ് മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്ട്, സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, SSLC ഓരോ സബ്ജക്ട്സുകളും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ
ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും എഫേർട്ട് ചെയ്യാതെ നമുക്ക് 100 മാർക്ക് നേടാനുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. സോ അത് എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അതിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതേപോലത്തെ ഇതിപ്പോൾ ഒരു 30 to 40 മാർക്സ് സ്കോർ ചെയ്യണത്. ഇതിപ്പോൾ എൻ്റെ ഈ ക്ലാസ് കാണുന്ന എല്ലാവരും പറയും നിങ്ങൾക്ക് ഇത് മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്ര സിമ്പിളാണ് പരിപാടി എന്നുള്ളത്. ഇത് അറിയാതെ കുറേ കുട്ടികൾ പാസേജ് ഫുള്ള് വായിച്ച് നോക്കും, ഒന്നും കിട്ടിയില്ലാണ്ട് ഏതിലൊക്കെ തെറ്റുത്തരം എഴുതി വെച്ചിട്ട് മാർക്കും ലോസ് ചെയ്ത് പോകും. ഓക്കെ, ഇതിപ്പോൾ കഴിഞ്ഞ April 25 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ എവിടുന്നും കൊടുക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. April 25 നിങ്ങളുടെ തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് കുട്ടികൾ പരീക്ഷ എഴുതിയ പേപ്പറാണ്. എൻ്റെ കുട്ടികളൊക്കെ ഇതിന് ഫുൾ മാർക്കാണ്. എല്ലാവർക്കും 70-80 മാർക്ക് കിട്ടും. എന്താ കാരണം ഈ ട്രിക്കാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല എല്ലാത്തിനും ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സ് നമ്മൾ പഠിക്കേണ്ടത്. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് മക്കളെ ക്രാഷിന്റെ പ്രീ ബുക്കിങ്ങിലോട്ട് താഴേക്കാണ് നമ്മളോട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ. ആദ്യം ജോയിൻ ചെയ്ത 2000 സ്റ്റുഡൻസിനാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഫുൾ കണ്ടന്റുകൾ, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും കണ്ടന്റുകൾ, എക്സാം ഓറിയന്റഡ് കണ്ടന്റുകൾ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൽ കണ്ടോ, ദ മുസ്ലിം റൂളേഴ്സ് ബ്രോട്ട് ദ ലോങ് കോട്ട്സ് ആൻഡ് ചുരിദാർ പജാമാസ് ആണല്ലോ. ഈ ഒരു 2 സെന്റൻസ് എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടി. ഇനി കഴിഞ്ഞിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഹു വുഡ് ലൈക്ക് ടു ട്രൈ ന്യൂ സ്റ്റൈൽസ് ആൻഡ് വാട്ട് വുഡ് എ ഷൈ പേഴ്സൺ ഡു? ഓക്കെ, ന്യൂ സ്റ്റൈൽ എന്നുള്ളതും ഷൈ പേഴ്സൺ എന്നുള്ളതും ഈ ഒരു പാസേജിൽ എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ന്യൂ സ്റ്റൈൽ ഇവിടെ കിടക്കുന്നുണ്ട്. ന്യൂ സ്റ്റൈൽ പറഞ്ഞ വേർഡ് ഇവിടെ കിടക്കുന്നുണ്ട്, ന്യൂ സ്റ്റൈൽ. ഓക്കെ, ഷൈ പേഴ്സൺ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ വേർഡ് കിടക്കുന്ന സെന്റൻസും ഈ വേർഡ് കിടക്കുന്ന സെന്റൻസും കൂടെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഏതാ? ദ കോൺഫിഡന്റ് ആൻഡ് അഡ്വഞ്ചറസ് പീപ്പിൾ വുഡ് ലൈക്ക് ടു ട്രൈ ന്യൂ സ്റ്റൈൽസ്. ആരാ ന്യൂ സ്റ്റൈൽസ് എടുക്കുന്നത്? കോൺഫിഡന്റ് ആയിട്ടുള്ളതും അഡ്വഞ്ചർ ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ആൻഡ് ഷൈ പേഴ്സൺ എന്ത് ചെയ്യും? ഇതിനിപ്പോൾ ഒരു മാർക്കേ കാര്യം കിട്ടിയ ഈ ഒരു ഷൈ പേഴ്സൺ മേ സീക്ക് സെക്യൂരിറ്റി ബൈ ഫോളോയിങ് കൺവെൻഷണൽ ഡ്രസ്സസ്. ഓക്കെ, അവരെന്തേ കൺവെൻഷണൽ ഡ്രസ്സസ് ആയിരിക്കും ധരിക്കുക. ഇത്ര എഴുതി വെച്ചാൽ അടുത്ത 2 മാർക്കും കിട്ടി. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ 8 മാർക്കുകൾ സ്കോർ ചെയ്ത് ഒരു പാസേജാണ്. ഇതേപോലെ നമുക്ക് 5-6 പാസേജ് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ 40ഓളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിൽ. ഇത് വളരെ സിമ്പിളാണ് പരിപാടി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഗ്രാമർ പഠിക്കേണ്ടത്, ഇതേപോലെ തന്നെ ലിറ്ററേച്ചർ ഭാഗങ്ങൾ പഠിക്കേണ്ടത്, ഇതേപോലെ തന്നെ ലെറ്റർ എഴുതേണ്ടത്, ഇതേപോലെ തന്നെ റിപ്പോർട്ട്സ് എടുക്കേണ്ടത് ഇംഗ്ലീഷിന്റെ കേസിൽ. ഇപ്പോൾ മലയാളം ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ ഒരു ഉത്തരങ്ങൾ ഇപ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 4 ടോപ്പിക്സ് ആണ് ഒരു ചാപ്റ്ററിന് കൊടുക്കുക. ആ 4 ടോപ്പിക്സിൽ ആ ഒരു 4 ടോപ്പിക് മതി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഉത്തരം എഴുതാൻ പറ്റും. എൻ്റെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് 75+ മാർക്ക് ഞാൻ അഷ്യൂർ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു 1 മന്ത് കൊണ്ട് ഒരു ക്രാഷ് കോഴ്സിലൂടെ എങ്ങനെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക വെച്ചാൽ ഈ ഒരു 1 മന്ത് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് സംഭവമാണ്. അതേപോലത്തെ കണ്ടന്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രം മതി, ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. NUS അത് അവകാശപ്പെടുന്നില്ല. NUSന് വേണ്ടത് നിങ്ങളത് പാസ്സാവാനുള്ള മാർക്കാണ്. അതിനുള്ള ട്രിക്സുകൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് വരുന്ന എക്സാം ഓറിയന്റഡ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രം മതി മക്കളെ. സോ ഈ ഒരു പാസേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു പാസേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു പാസേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ. മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാസേജ് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ എല്ലാവരും അറിയട്ടെ. സോ സിമ്പിൾ ആണ്. ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 70 മാർക്ക് നേടാൻ പറ്റും. ഒന്നും പഠിക്കാതെ 70 മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നേടാൻ പറ്റും അഷ്യൂർ ആയിട്ടുള്ള. ബാക്കി 30 മാർക്ക് നമുക്ക് നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 100 മാർക്കായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ 100 വേണ്ട, എനിക്കൊരു പാസ്സായാൽ മതി പറയുന്ന ആളുകൾക്ക് പോലും ഈ ഒരു 5 പാരഗ്രാഫ് എടുത്താൽ തന്നെ പാസ്സാണ്. ഓക്കെ, 33+ മാർക്ക് കിട്ടിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്, പഠിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് ദിവസങ്ങളായിട്ട് നമ്മുടെ ക്ലാസ് കണ്ടന്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കണ്ടന്റ്സും ഫോളോ ചെയ്യാം മക്കളെ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തോളൂ, ചാനൽ ഹോൾഡ് ചെയ്തോളൂ. അതുപോലെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതിലോട്ടൊന്ന് ജോയിൻ ചെയ്തോളൂ. സോ നമ്മൾ ഈ പറഞ്ഞ ഓരോ സബ്ജക്ട്സിനും, ഇപ്പോൾ ഇംഗ്ലീഷ് നല്ല നമുക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ സബ്ജക്ട്സിനും മാക്സിമം നമ്മൾ സയൻസ് അതേപോലെ തന്നെ കൊമേഴ്സ് അങ്ങനെയൊക്കെയുള്ള എല്ലാ പേപ്പേഴ്സുകളും ഇതിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സോ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഇരിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.